welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബജ്ജി ഉണ്ടാക്കാം. അതും ചേമ്പല കൊണ്ടുള്ള ബജ്ജിയാണ്. ഒരു വെറൈറ്റി അല്ലേ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെടിച്ചേമ്പ് അല്ലെങ്കിൽ ചീരച്ചേമ്പ് എന്നൊക്കെ പറയുന്ന ചേമ്പിൻ്റെ ഇലയാണ്. ഇതിന് ചൊറിച്ചിലൊട്ടും ഉണ്ടാവില്ല. നമ്മൾ തോരനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചേമ്പലയാണിത്. ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാവില്ല. സാധാരണ ചേമ്പ് കിഴങ്ങുണ്ടാകുന്ന പോലെ ഇതിൻ്റെ അടിയിൽ കിഴങ്ങൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ചേമ്പലയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 5-6 എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാല മതിയെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഒരു അല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലാം എല്ലായിടത്തും, കായോ ഉപ്പും എല്ലാം എല്ലായിടത്തും വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. താറാമുട്ട ചേർക്കാത്തതാണ് നല്ലത്. കോഴിമുട്ടയാകുമ്പോൾ ഒട്ടും ഉളുമ്പൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ആ മുട്ടയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കത്തുമില്ല. അപ്പോൾ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം പുളി പിഴിഞ്ഞ വെള്ളം. ഇനി നമ്മൾ സാധാരണ ചേമ്പിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. അത് മാറാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പോരാത്ത വെള്ളം കൂടെ, സാധാരണ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് ബജ്ജിയുടെ ഒരു ബാറ്ററിൻ്റെ പരുവത്തിൽ ഒന്ന് അല്പം തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ചേമ്പില, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പില ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അതിൻ്റെ നടുക്കൂടെ പോയിരിക്കുന്ന കട്ടിയുള്ള വെയിൻസ് എല്ലാം മുറിച്ച് മാറ്റണം. അതല്ലെങ്കിൽ വേഗാതെ കട്ടിയായിട്ട് കിടക്കും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് അത് മാറ്റിക്കളയുന്നത്. കട്ടിയുള്ള വെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കത്തി വെച്ചൊന്ന് ഇങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്ത് കളഞ്ഞാൽ പോയിക്കോളും. അതിനുശേഷം ചെറിയ പീസായിട്ട് നമുക്കൊരു ചേമ്പില ഒരു 4-6 പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ഓരോ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കാം. അങ്ങനെ എല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറേശ്ശെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കട്ടിയിൽ വെക്കരുത്, ചെറുതായിട്ട് മതി. ബാക്കി നമുക്ക് മുക്കി ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ചെറിയ തിന്നായിട്ടുള്ള കോട്ടിങ് വരുന്ന രീതിയിൽ ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് നീളത്തിൽ ചുരുട്ടിയെടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ പീസും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ എന്തിലെങ്കിലും വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ആവി കയറ്റി ഒന്ന് വേവിക്കാം. ചേമ്പിലയാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ നാടൻ ചേമ്പിൻ്റെ ഇലയാണ് എടുക്കുന്നതെങ്കിൽ തളിരില നോക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിക്കണം. പുളിയും കൂടുതൽ ചേർക്കണം. അങ്ങനെയുള്ള ചേമ്പാകുമ്പോൾ ചിലപ്പോൾ ചൊറിയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് പുളിയും കൂടുതൽ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊരു 20-25 മിനിറ്റ് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഇല നന്നായിട്ട് വേകും. ഇല നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ചില ചേമ്പിൻ്റെ ഇല ചൊറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 20 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അത് വറുത്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇത് നന്നായിട്ട് മുക്കി വേണം വറുത്തെടുക്കാനായിട്ട്. കുറച്ച് എണ്ണയിലല്ല, കൂടുതൽ എണ്ണയിൽ നമ്മൾ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള എണ്ണ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഓരോ പീസായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള മാവിൽ മുക്കി ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇലയെല്ലാം ഇപ്പം നമ്മൾ സ്റ്റീം ചെയ്ത സമയത്ത് കുക്കാകാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കുക്കായിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ എല്ലാ പീസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ സ്ഥലവും നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം.
ഇപ്പം നമ്മുടെ ബജ്ജി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബജ്ജിയാണ് ചേമ്പല ബജ്ജി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് തണുത്ത് കഴിഞ്ഞാൽ അതിന് അത്രയും സുഖം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ചൂടോടെ വറുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ബജ്ജിയാണ്. സോസിൻ്റെ കൂടെയോ മുളക് ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു 10 രൂപയുടെ ടേസ്റ്റ്, 10 രൂപയുടെ ഇല്ല ചേമ്പില, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. ചൂടോടെ ചായയുടെ കൂടെ നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Welcome to Homemade.